മയക്കത്തിൽ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, നീ എഴുന്നേറ്റ് കൃപാസനത്തിലേക്ക് വാ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ സ്വപ്നത്തിലാണോ എന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ എന്നോടൊരു പെങ്കൊച്ച് എപ്പോഴും കൃപാസനത്തെ പറ്റി പറയുമായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്വരം കേട്ടു, ഏഞ്ചലായ കൂട്ടി നീ കൃപാസനത്തിലേക്ക് വാ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കൃപാസനത്തിൽ വന്ന് എന്താ ചെയ്യണ്ടേ? അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ എന്നോട് പറ, ഞാൻ നിനക്കത് സാധിച്ചു തരാം. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ ഭയങ്കരമായ ഒരു വിഷമാവസ്ഥയിലായിരുന്നു. എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം സാധിച്ചു കിട്ടണമായിരുന്നു. അതിനെനിക്ക് 10 ദിവസത്തെ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാതാവ് പറഞ്ഞ്, ഞാൻ വീണ്ടും സ്വരം കേൾക്കുക, നീ ഡേറ്റ് ഇട്ടിട്ട് എന്നോട് പറ, ഞാൻ നിനക്ക് സാധിച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനം മാതാവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഡേറ്റ് പറയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വിശ്വാസക്കുറവ് പോലെ, കാരണം മനുഷ്യരാൽ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു എൻ്റേത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിന് സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ മാതാവിന് നാണക്കേടുമാകും, എനിക്ക് വിഷമവും ആകും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഡേറ്റൊന്നും പറയുന്നില്ല, എൻ്റെ ഈ ആവശ്യം നടന്നു കിട്ടാൻ എനിക്ക് 10 ദിവസം സമയമേ ഉള്ളൂ, അമ്മ എനിക്കത് സാധിച്ചു തരണം എന്ന് പറഞ്ഞു. ഇത് ഒക്ടോബർ 28-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. നവംബർ 6 പറയുന്ന ഒരു ദിവസം, 10 ദിവസം പോലും എടുത്തില്ല, എൻ്റെ ആ വലിയ ആവശ്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നു.